ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മിനി ഹെയർ ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാനൊരു 6 കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെറിയ കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ക്ലിപ്പ് ചെയ്തെടുക്കാനായിട്ട് 4 സെൻറ്റിമീറ്ററിൻ്റെ വീതിയിൽ വരുന്ന സാറ്റിൻ റിബണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ റിബൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 സെൻറ്റിമീറ്റർ നീളത്തിലാണ് റിബൺ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അറ്റ കുരുക്കി കൊടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ സെൻറ്റർ കിട്ടാനായിട്ടാണ് ആ ഒരു ഫോൾഡിൽ ലൈറ്റർ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ലൈനായിട്ട് വീഴും. അപ്പോൾ നമുക്ക് ആ ഒരു സെൻറ്റർ കിട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചൂടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഈ റിബണിൻ്റെ രണ്ടറ്റങ്ങളും ആ ഒരു ലൈനിൻ്റെ ഇരുവശങ്ങളിലേക്കായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ലൈനിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത്. അവിടെ സൂചി നൂല് എടുത്തിട്ടുണ്ട്, അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മേൽഭാഗത്തു നിന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു 6 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പുകളുണ്ടല്ലോ, അതൊക്കെ ഈക്വൽ ആകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിരുന്നെങ്കിൽ അതുപോലെ തന്നെ ഞൊറിവുകളും വലുതും ചെറുതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരേ അളവിൽ മാക്സിമം ഒരേ അളവിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 6 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ സ്റ്റിച്ച് ഉണ്ടല്ലോ, 6ാമത്തെ സ്റ്റിച്ച് താഴ്ഭാഗത്തുനിന്ന് മേൽഭാഗത്തേക്കായിട്ട് തുന്നിയെടുക്കാം കേട്ടോ. സൂചി അതുപോലെ കയറ്റിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നൂലിനെ വലിച്ചു പിടിച്ചിട്ട് ഒരു 3-4 ചുറ്റിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ബാക്ക് ഭാഗത്തായിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ സൂചി കയറ്റി കൊടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 2-3 കെട്ടൊക്കെ ഇട്ട് കൊടുക്കുക. കഴിഞ്ഞ് പോരാതിരിക്കാനായിട്ട് ഞാൻ ഒന്നുകൂടെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ 2 കെട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ബാക്കി വരുന്ന നൂലിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. 3 സെൻറ്റിമീറ്ററിൻ്റെ നീളത്തിൽ വരുന്ന അലിഗേറ്റർ ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു നൂലിനെ കവർ ചെയ്യാനായിട്ട് സ്റ്റോൺ ഷീറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ റിബൺ ചുറ്റി കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഒരു നൂലിനെ ഈ ഒരു സ്റ്റോൺ ഷീറ്റ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതിന് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ നൂല് കാണുന്ന ഭാഗത്തൊക്കെ ഗ്ലൂ ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു സ്റ്റോൺ ഷീറ്റിനെ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഞാൻ ഇതിനെ ഫിക്സ് ചെയ്യാനായിട്ട് പോവാണ്. പിന്നെ ഇതുപോലെയാണ് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. കുറച്ച് ഭാഗം അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ആ ഒരു കുറച്ച് ഭാഗം അങ്ങനെ കാണുന്ന തരത്തിലാണ് ഞാൻ ഫിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു അലിഗേറ്റർ ക്ലിപ്പിൻ്റെ കാണുന്ന ഭാഗത്ത് വേണമെങ്കിൽ സ്റ്റോൺ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യാം കേട്ടോ. അത് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാണുന്ന ഭാഗത്തായിട്ട് സ്റ്റോൺ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പം ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ഈ ഒരു പോലെ ഇത് വെച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഫിക്സ് ആവാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിപ്പ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 6 കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 12 പീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 6 പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ചാർട്ട് വെട്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ അതിലിങ്ങനെ ക്ലിപ്പുകളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഇത്രയും വലിയൊരു പേപ്പറിൽ വെച്ചിട്ടുള്ളത് കേട്ടോ, ചാർട്ടിൽ. ഒരു 6 കളറുണ്ട് കേട്ടോ. റെഡും വൈറ്റ്, പിന്നെ ഒരു യെല്ലോ, പിന്നെ രണ്ട് ടൈപ്പിലുള്ളൊരു ബ്ലൂ കളറുണ്ട്, പിന്നെ ഒരു മെറൂൺ പോലത്തെ ഒരു കളറാണ്. അങ്ങനെ ഒരു 6 കളറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റായിട്ട് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ മാളുകളിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും ഇത്രയും ഒരു 6 സെറ്റ്, ഒരു 6 പെയർ പാക്ക് ചെയ്യാനുള്ള പാക്കിംഗ് കവറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 3 പെയറൊക്കെ ആയിട്ടാണ് ഞാൻ സെയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ 6 കളറിൻ്റെയും ഓരോന്ന് വീതമല്ലേ, അങ്ങനെ വേണമെങ്കിൽ സെയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ പെയറായിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വിലയിടുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വീഡിയോസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം
ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എങ്ങനെ വിലയിടാം എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. 6 കളറിൻ്റെ ഓരോ പീസ് വെച്ചിട്ടില്ലേ, ഞാനാണെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.